കാണാൻ നല്ല ഭംഗിയല്ലേ? ഇത് കുക്ക് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്കങ്ങനെ തോന്നിയത്. കാണാനുള്ള ഭംഗി മാത്രമല്ല, ഒരു നല്ല പേരുമുണ്ട്, ചില്ലി ചീസ് ടോസ്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ? വളരെ ഈസിയാണ്, ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു ബ്രെഡിലേക്ക് 3 പച്ചമുളക് എടുത്തു. അധികം എരിവില്ലാത്തതായിരുന്നു. അഥവാ എരിവുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് അരിയൊക്കെ അങ്ങോട്ട് കളയുക. അന്നേരം എരിവ് അല്പം സ്വല്പം കുറഞ്ഞു കിട്ടും. ഇനി വേണ്ടത് ബട്ടറാണ് ഗൈസ്, ബട്ടർ. ഇത്രയും ബട്ടറാണ് ഞാൻ ഒരു ബ്രെഡിലേക്ക് എടുത്തേക്കുന്നത്. അതിലേക്ക് കുനുകുന നരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ബ്രെഡ് എടുക്കുക, അതിലോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലിയും ബട്ടറും കൂടെ തേച്ചിങ്ങോട്ട് കൊടുക്കുക. കണ്ടല്ലേ, ഇതുപോലെ അങ്ങോട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങോട്ട് തേച്ചങ്ങോട്ട് കൊടുക്കണം. നിങ്ങളോടൊരു സത്യം പറയാനുണ്ട്, എൻ്റെ ആദ്യത്തെ ചീസ് ചില്ലി ടോസ്റ്റ് കരിഞ്ഞു പോയായിരുന്നു. അത് കരിയാനുള്ള കാരണവും പരിഹാരവും ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പരിഹരിച്ച് രണ്ടാമത് സക്സസ്ഫുള്ളി ഞാനൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. അങ്ങ് വിതറുക. ആ റെഡ് കളറും കൂടെ വരുമ്പോൾ നല്ല കളർ കോമ്പിനേഷനാവും. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. ഈ ചീസാണ് ഗൈസ് എനിക്ക് പണി തന്നത്. ഞാൻ ഈ ചീസ് അതുപോലെ അങ്ങ് വെച്ച് കൊടുത്തു. കട്ട് ചെയ്തുമില്ല, ഒന്നുമില്ല. അങ്ങനെ അത് മെൽറ്റ് ആവാൻ ടൈം എടുത്തു, കരിഞ്ഞുപോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തതിൽ കട്ട് ചെയ്തിട്ടു, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങോട്ട് കട്ട് ചെയ്തിട്ടു. കരിയാതെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഓൾ സെറ്റ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ആദ്യം ഉണ്ടാക്കി കരിഞ്ഞു പോയതാണിത്. അടിഭാഗം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ. ഇനിയും അല്പം ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബ്രെഡ് എടുത്ത് വയ്ക്കുക. ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ച് ഒരു 2.5 മുതൽ 3 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിം ആയിരിക്കണം, കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചീസെല്ലാം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണ്? കണ്ട, എല്ലാം മെൽറ്റായി, നല്ലതായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടത് കൊണ്ടാണ് നന്നായി മെൽറ്റായി കിട്ടിയത്. ഇനി നമുക്ക് മുറിച്ച് നോക്കാം. കണ്ടോ, ചീസൊക്കെ മെൽറ്റായി നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. സോ നമ്മുടെ ചീസ് ചില്ലി ടോസ്റ്റ് റെഡി ആയിരിക്കുന്നു. ലുക്കും ടേസ്റ്റും ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.